ഡിസംബർ 15 ഗുരുവായൂർ കണ്ണൻ്റെ അലങ്കാരം എങ്ങനെയാണെന്ന് വർണ്ണിക്കാനാണ് വന്നിട്ടുള്ളത്. ബാലലീലകളിൽ പെടുന്ന ബകാസുരൻ്റെ വധം ആണ് ഇന്നത്തെ അലങ്കാരമായിട്ട് കാണിച്ചിട്ടുള്ളത്. ബകാസുരൻ്റെ വധം എന്ന് പറയുന്നത് ആ കഥ ഇങ്ങനെയാണ്. കംസൻ്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണനെ വധിക്കാനായിട്ട് എത്തിയ അസുരനാണ് ഭഗൻ. ഭഗൻ എന്ന് പറയുന്നത് ഒരു ഭീമാകാരനായ ഒരു കൊക്കിൻ്റെ രൂപത്തിലാണ് കുട്ടികളുടെ അടുത്തേക്ക് ഗോകുലത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് വന്നത്. ഗോകുലത്തിൽ കൃഷ്ണനും ബലരാമനും കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, യമുനാ നദീ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭീമാകാരനായ കൊക്ക് അവിടെ എത്തിയത്. കൊക്കിൻ്റെ വലിപ്പം കണ്ടിട്ട് കുട്ടികൾ ആകെ പേടിച്ചു. ആക്രമിക്കാനായിട്ട് ഇങ്ങനെ സമയം കാത്തിരുന്ന ഭഗനാണെങ്കിലോ പെട്ടെന്ന് വായ അങ്ങോട്ട് തുറന്നിട്ട്, ആ കൊക്ക് അങ്ങോട്ട് തുറന്നിട്ട് ഉണ്ണിക്കണ്ണനെ തൻ്റെ കൊക്കിൽ എടുത്ത് അങ്ങോട്ട് വിഴുങ്ങി. കണ്ണനെ കണ്ടില്ല എന്നും പറഞ്ഞ കുട്ടികൾ ഭയന്ന് കരയാൻ തുടങ്ങി. ബലരാമനും ഗോപാലന്മാരും ഒക്കെ ഒരുപാട് കരയാൻ തുടങ്ങി. അയ്യോ, കണ്ണനെ കാണാനില്ല, കണ്ണനെ ആ പക്ഷി അങ്ങോട്ട് വിഴുങ്ങിയിരിക്കണമെന്നും പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. ഉണ്ണിക്കണ്ണനാവട്ടെ എന്താ ചെയ്തതെന്നറിയോ? ഭഗൻ്റെ കൊക്കിനുള്ളിൽ ഇങ്ങനെ അകപ്പെട്ടിരിക്കുക ഉണ്ണിക്കണ്ണൻ. അപ്പോൾ ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ചൂടിങ്ങനെ പുറത്തേക്ക് പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ കൊക്കിന് ആ ചൂട് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ ഭഗൻ വേദനയോടെ കൃഷ്ണനെ പുറത്തേക്ക് തുപ്പിയെന്നാണ്. പുറത്തു വന്ന ഉടനെ എന്ത് ചെയ്തു? ഒട്ടും സമയം കളഞ്ഞില്ല, ഒട്ടും ഭയമില്ലാതെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ കൊക്കിൻ്റെ താടിയെല്ലിൽ, അതായത് താഴത്തെ കൊക്കിൽ പിടിച്ചിട്ട് അതിൽ ചവിട്ടി പിടിച്ച് മറ്റേ കൊക്ക്, മുകളിലത്തെ കൊക്ക് എന്ത് ചെയ്തു? വലിച്ചങ്ങോട്ട് കയറി രണ്ട് സൈഡിലേക്കും ഇങ്ങനെ പിളർത്തിയെടുത്തു എന്നാണ്. അപ്പോൾ ഈ പെട്ടെന്നുള്ള ശക്തിയേറിയ ആ പ്രയോഗത്തിൽ കൊക്കിൻ്റെ രൂപമെടുത്ത് വന്ന ബകാസുരൻ നിലം പതിച്ചു എന്നാണ്. ബകാസുരനെ വധിച്ചിട്ട് പിന്നെ കണ്ണനിങ്ങനെ പൂർണ്ണ ആരോഗ്യത്തോടെ നമ്മുടെ സ്വതസിദ്ധമായ ആ പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. അത് കണ്ടിട്ട് സുഹൃത്തുക്കൾ ഓടി കണ്ണൻ്റെ അടുത്തേക്ക് വരികയാണ്. ഓടി വന്നിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് ഉണ്ണിക്കണ്ണൻ്റെ ചുറ്റും നൃത്തം വയ്ക്കുകയാണ്. അപ്പോൾ ബകാസുരനെ കൊന്നിട്ട് ആ കൊക്കുകൾ പിളർത്തി നിൽക്കുന്ന ആ ഭാവത്തിനെയാണ് ഇന്നത്തെ അലങ്കാരത്തിൽ ചെയ്തിട്ടുള്ളത്. എന്തൊരു മനോഹരമാണെന്നറിയോ? തലയിലെ മയിൽപ്പീലി ഇങ്ങനെ കിരീടമായിട്ട് അതിങ്ങനെ ഉണ്ട്. അതേപോലെ തന്നെ ചന്ദനവും കുങ്കുമവും ചേർത്ത ഒരു സുഗന്ധമാണ് കേശങ്ങളിൽ നിന്ന് വരുന്നത്. താമര കണ്ണുകളിലാണെങ്കിൽ ഇങ്ങനെ കാരുണ്യത്തിൻ്റെ പ്രകാശമാണ് തിളങ്ങണേ. അധരങ്ങളിൽ ഇങ്ങനെ നല്ല രസമുള്ള മന്ദസ്മിതം ഇങ്ങനെ തൂകി കണ്ണിങ്ങനെ നിൽക്കുകയാണ്. ചുറ്റും വെളിച്ചം വിതറുന്ന നിലവിളക്കുകളുണ്ട്, ധൂപസുഗന്ധമുണ്ട്, പിന്നെ മന്ത്രോച്ചാരണങ്ങളുടെ ഒരു മാധുര്യമുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര ഒരു സ്വർഗീയമായിട്ടുള്ളൊരു അനുഭൂതിയാണ് കണ്ണൻ്റെ അലങ്കാരം നമുക്ക് തരുന്നത്. നമ്മുടെ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, എല്ലാ ഭക്തരുടെയും ഹൃദയം മുഴുവൻ ഇങ്ങനെ കണ്ണനിലേക്ക് ലയിച്ച് ശാന്തിയും ആനന്ദവും നിറഞ്ഞിങ്ങനെ നിൽക്കും. അതിൽ കൂടുതൽ വലുത് എന്താണ് വേണ്ടത് നമുക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ അലങ്കാരം ഇങ്ങനെയാണ്. ബകാസുരവധാണ്, ബാലലീലയാണ് കൊടുത്തിട്ടുള്ളത്. കൃഷ്ണ ഗുരുവായൂരപ്പ.